ഈ മലയാളികളായ നമുക്ക് ലക്ഷണമൊത്തൊരു ബൈബിള് തന്നത് ആരാന്ന് ഞാനൊന്ന് പറയാം. മലയാള പരിഭാഷയ്ക്ക് ഈ തുടക്കം കുറിച്ചത് സെനറ്റ് ഓഫ് ഷെറാംബർഗ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായ ക്ലോഡിയസ് ബുക്കാനനാണ്. ബുക്കാനൻ മുംബൈയിലെ കൊറിയർ പ്രസിൽ അച്ചടിച്ച ബൈബിളിൻ്റെ ഏതാനും പരിഭാഷ നമുക്ക് കൊണ്ടുതന്നു മലയാളത്തിൽ. അത് 4 സുവിശേഷങ്ങളെ ഉണ്ടായുള്ളൂ. പക്ഷെ ആ സുവിശേഷമൊക്കെ ഇങ്ങനെ സഭയിൽ വായിച്ചപ്പോൾ നമ്മുടെ സഹോദരിമാർ പറഞ്ഞു, കാര്യം ബൈബിളാണെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങളത് വായിച്ചാൽ മതി. എന്താ കാര്യം? മത്തായിയുടെ സുവിശേഷമല്ലേ, അതിനെന്താ കുഴപ്പം? അതിലെഴുതിയിരിക്കുകയാണ്, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നതിന് അബ്രഹാം ഇസഹാക്കിനെ പെറ്റാൻ, ഇസഹാക്ക് യാക്കോബിനെ പെറ്റാൻ. തമിഴ് ചുവയുള്ള ഈ മലയാളം കേട്ടിട്ട് പറഞ്ഞു, ഇത് സംശുദ്ധ മലയാളമല്ല. അതോടെ ആ പുസ്തകം അടച്ചു വെച്ചു. എന്നാൽ കാലം കുറേ മുമ്പോട്ട് പോയപ്പോൾ 1819 ആകുമ്പോഴേക്കും കോട്ടയത്തെ CMS കോളേജിൻ്റെ പ്രിൻസിപ്പലായി മാറിയ റവറണ്ട് ബെഞ്ചമിൻ ബെയ്ലി, അദ്ദേഹം കൊല്ലനെ വിളിച്ച് അച്ചൊക്കെ സ്വയം നിരത്തി ഉണ്ടാക്കി അതിൽ അക്ഷരങ്ങളെല്ലാം കൃത്യമായി പണി കഴിപ്പിച്ച് ഒരച്ചുകൂടം ആദ്യമായി കോട്ടയത്ത് സ്ഥാപിച്ചു. നോക്കണം, അങ്ങനെ കോട്ടയത്ത് അച്ചുകൂടമൊക്കെ സ്ഥാപിച്ചിട്ട് ഇതൊന്ന് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ആളെ തിരക്കി നടന്നു. ഒറ്റ പെന്തുകുസാരനെ കിട്ടിയില്ല, ഒറ്റ ബ്രദറുകാരനെയോ യാക്കോബക്കാരനെയോ കത്തോലിക്കനോ ഒന്നും കിട്ടിയില്ല നമുക്കൊരു മലയാള ബൈബിൾ തരാൻ. അദ്ദേഹം ചെന്നിട്ട് അതിന് സമീപിച്ചത് 2 ഹൈന്ദവ സഹോദരന്മാരെയാണ്. ഇവിടെ ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ അറിയണം, നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ പുസ്തകം തന്നത്. അതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കുമെല്ലാം ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ CSI സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ, ലൂഥറൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ, ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളാണ് പണം മുടക്കി ഈ പുസ്തകം പ്രസിദ്ധം ചെയ്തത്. ബെഞ്ചമിൻ ബെയ്ലി അന്നത്തെ ആംഗ്ലിക്കൻ സഭയുടെ മിഷണറിയായി ഇവിടെ പ്രവർത്തിക്കാൻ വന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ പരിഭാഷയ്ക്ക് വേണ്ടി ചെന്ന് കണ്ടുപിടിച്ചത് 3 പേരെയാണ്. ഒന്ന്, കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർഭതി എന്ന ഒരു യഹൂദനെ. എന്തിന്? ഗ്രീക്ക്, എബ്രായ, അരാമിക്, ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃത ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുത്തി ഈ പുസ്തക പരിഭാഷ നിർവഹിക്കുമ്പോൾ തെറ്റുപറ്റൂല എന്ന് അദ്ദേഹത്തിന് തോന്നി. 2, പരിഭാഷയ്ക്ക് വേണ്ടി വിളിച്ചത് അറിയാന്നറിയണ്ടേ, ചാത്തുമെനോൻ എന്നു പേരായ ഒരു സംസ്കൃത ഇംഗ്ലീഷ് മലയാള പണ്ഡിതനെ. കൂടെ ആരെ ഇരുത്തി? വൈദ്യനാഥ അയ്യർ എന്ന് പേരായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ സംസ്കൃത പണ്ഡിതനെ, മലയാള പണ്ഡിതനെ. ഈ 2 പേരും അവഗാഹ ജ്ഞാനമുള്ളവരായിരുന്നു. ഭാഷയിലൊക്കെ വലിയ കഴിവുള്ള ആളുകൾ. നമ്മുടെ ആളുകൾക്ക് ഈ പരിഭാഷ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരിതൊരു പരുവാക്കിയനെ. എന്തിന്? നമ്മുടെ പക്കലേക്ക് തന്നു ഈ പുസ്തകം പരിഭാഷപ്പെടുത്താനെങ്കിൽ നമുക്ക് ഈ ഭാഷയുടെ പിരിവുകൾ സംബന്ധിച്ച്, പിരിവെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്ക് പേടിയായി. പൈസയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അക്ഷരങ്ങൾക്ക് പിരിവുണ്ട്, പല വിഭജനം. നമുക്കൊരു മലയാള അധ്യാപകനുണ്ടല്ലോ, ഞാൻ ഈ ഉപദേശി മലയാളം പറയുന്ന ആൾ ക്ഷമിക്കണം, നല്ല കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു തരും, കേൾക്കണം. സക്കറിയ സാറ് ഈ ഭാഷയ്ക്ക് കരം, അധികരം, മൃദു, കോശം, അനുനാസികം എന്നൊക്കെ ഇങ്ങനെ അക്ഷരങ്ങളെ വർഗീകരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ കരം പറയേണ്ടടുത്ത് അധികരം പറയും, കർത്താവ് എന്ന് പറയേണ്ടടുത്ത് കർത്താവ് എന്നേ പറയുള്ളൂ. അപ്പോൾ കേട്ടാൽ പറയും ആളൊരു ആത്മീയന, പക്ഷെ ഭാഷയോട് ചെയ്ത് വല്ലാത്തൊരു ഹീനകൃത്യമായിപ്പോയി. പിന്നെയും പറയട്ടെ, എന്ത് ചെയ്താൽ നമ്മൾ ഈ തെക്കന്മാർക്ക് ഈ ഫ എന്ന അക്ഷരവും ഭ എന്ന അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഭാര്യ, ഭർത്താവ്, ഭുജം, ഭിത്തി, ഭാഷ എന്നേ നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയല്ല, ഈ ലിപ്പ് കൂട്ടിയടിക്കണം, എങ്കിലേ അക്ഷരം കറക്റ്റാവൂ, ആ ഉച്ചാരണം ശരിയാകൂ. പോട്ടെ, അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഭാഷാ പണ്ഡിതന്മാരെ ഈ ഇരുത്തി പരിപാടി കൊണ്ട് തുടങ്ങിയില്ലേ. അതിൽ ഈ വൈദ്യനാഥ അയ്യര് ശ്ലോകം പാടുന്നതിൽ അവഗാഹ ജ്ഞാനമുള്ള ആളായിരുന്നു. തരിൽ തന്നി കടാച്ചാഞ്ചല മധുവ കുലാരാമ രാമ ജനാന നീരിൽ താർവാണ വൈരാകര നഗരതമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതോരു നീയാം തൊടൂറി കളയായികയെന്നു മേശാ കുളിക്കും നേരത്തിനപ്പുറം വിക്രമ നിവൃതരാഗം കൽപ്പാന്തതോയെ. ഉണ്ണായി വാര്യരുടെയും മറ്റും മലയാള ഭാഷാ പ്രയോഗങ്ങൾ ഇടതടവില്ലാതെ പ്രയോഗിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ ഒരു മലയാള വാഗ്മിയായിരുന്നു ഈ ചാത്തുമേനോൻ. അതിചണ്ഡ രിപുഷണ്ഡ ഗള കണ്ഡന പണ്ഡിത ഭുജദണ്ഡ കലദണ്ഡധര പേർത്തു പേർത്തു ജന കീർത്തി മാന്യനള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവനുടൽ കൂർത്തമൂർത്തം ഗജാസ്ത്രമിറ്റു നിർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ. ഇതൊക്കെ നളചരിത പ്രയോഗമാണ്. ഇതൊക്കെ പഠിച്ചു ഭാഷയോട് അവഗാഹമായി ഇടപഴകുന്ന ഉജ്ജ്വലനായ 2 പേരെ ഇരുത്തിക്കൊണ്ടാണ് സായിപ്പ് പണി തുടങ്ങിയത്. നമ്മുടെ ആളുകളെ ഒന്നും ഇരുത്തിയില്ല. കാരണം നമ്മുടെ ആളുകളുടെ വക്കിലേക്ക് ഇത് കൊടുത്താൽ ഉൽപ്പത്തി 1:1 അമ്മരെങ്ങനെ കാണിച്ചു നോക്കുന്ന അറിയണ്ടേ? പറയാം, നമ്മുടെ ആളുകളെ ഏൽപ്പിച്ചാൽ ഉൽപ്പത്തി 1:1. അതെ, ആദ്യയുടേതായിരിക്കുന്നതായിട്ടുള്ളതായിരിക്കുന്ന കാലയളവിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിക്കുവാൻ അമേൻ സ്തോത്രം ഗ്ലോറി പ്രൈസലോ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ അമേൻ
ഇങ്ങനെ പോവല്ലാതെ കേൾവിക്കാർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് സാഹിബ് പണിയറിയാവുന്ന ആമ്പിള്ളരെ കൂലി കൊടുത്തിരുത്തി. അതില് ഈ ചാത്തുമേനോൻ ഒരു വലിയ അക്ഷരഭക്തനായിരുന്നു. സരസ്വതി പൂജ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ബൈബിള് പരിഭാഷ, ചന്ദനക്കുറി അണിഞ്ഞ് തുളസിക്കതിരണിഞ്ഞ് ഇഷ്ടദേവത പ്രാർത്ഥന കഴിഞ്ഞ് ശുദ്ധവൃത്തി വരുത്തി മാത്രമേ ഈ ബൈബിള് കൈകാര്യം ചെയ്യുള്ളൂ. പേടി വരുന്ന നിങ്ങൾക്ക്? നമുക്കുണ്ടോ ഇത്തരം ഭക്തി? അദ്ദേഹം പറഞ്ഞു, യേശുവും ഒരു ദേവനാണ്, ക്രിസ്തു ഭഗവാനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ സ്വാധീനമാണ് ഇരമ്യാവിലും മറ്റും കാണുന്ന യഥാ മാതാ തഥാ പുത്രി, ഈ പ്രയോഗങ്ങളൊക്കെ സംസ്കൃതമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും വചനമൊക്കെ ഗ്രഹിച്ചിങ്ങനെ പോകുമ്പോൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കും, യേശുവിനോടും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഈ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാതെ ഉറങ്ങില്ല. അദ്ദേഹം വിശ്വസിച്ചു ഈ ക്രിസ്തുവും അനേക ദേവന്മാരിൽ ഒരു ദേവനാണ്. പക്ഷേ പരിഭാഷ പുരോഗമിച്ച് ഇങ്ങോട്ട് വന്നില്ലേ? അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിലെ ഒരു വചനം ഈ ചാത്തുമേനോനെ വട്ടം കറക്കി. ആ ചിന്താമണ്ഡലത്തിലേക്കൊരു പുതിയ ഊർജ പ്രസരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുകൊടുത്തു. ആ ചാത്തുമേനോൻ ഏകാഗ്രതയോടെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിലെ ഒരു വചനം ഇങ്ങനെ മുൾക്കൊളുത്തുപോലെ കടന്നു പിടിച്ചു. യേശുവെക്കുറിച്ചുള്ള വചനം പൗലോസ് ഗലാത്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ കൊലോസ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കൊലോസ്യരെ, ആരാണ് ക്രിസ്തു? അവൻ കേവലം ഒരു ദേവനല്ല, അവൻ കേവലം ഒരു അവതാരമല്ല, അവൻ കേവലം ഒരു ശക്തിയല്ല. പിന്നാരാണവൻ? ആ ചോദ്യത്തിന് മറുപടിയായി പറയാൻ തുടങ്ങി, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ! ആ വചനം ഇളക്കി മറിച്ച, ആ ഹൃദയത്തെ മുഴുവൻ ഉഴുതുമറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ വചനവും യേശുവിന്റെ നിർമ്മല രക്തത്തിന്റെ ശക്തിയും ചാത്തുമേനിൽ വ്യാപരിച്ചപ്പോൾ ആ പരിഭാഷ തീരും മുമ്പ് കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിമജ്ജന സ്നാനം കൈക്കൊണ്ട് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല.